കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയും വൈശാഖ മാസം ഇന്ന് 7-ാം തീയതി വൈശാഖ മാഹാത്മ്യം 7-ാമത്തെ അധ്യായം പാരായണം ചെയ്യുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം 7-ാമത്തെ അധ്യായം. ജ്ഞാനശ്ലോകം. ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ഹരേ ജയ ഗോവിന്ദ ശിവരാമ ദേവദേവേശ കൃഷ്ണ ഗോവിന്ദ പ്രിയ ശൗരി ദേവകീ സുധാ ജയ. ഓം തത്സത്. സപ്തമോധ്യായം ഒരുമിച്ച് വയ്ക്കുക. ശ്രീ വൈകുണ്ഠ മഹാത്മ്യം സപ്തമോധ്യായം. അതഗോതികയുടെ സ്വർഗപ്രാപ്തിയെ കണ്ടു ഇതിലാധിപൻ വിസ്മയപ്പെട്ടുകാരം സുഖദേവനാമുനിതൻ പാദം കുകിത്തൊഴു അതിവാഞ്ജയാ ചോദിച്ചിരിനാൻ ഭക്തിയോടെ. മാമുനി ഭഗവാനെ ദൂധർമ്മത്താലിന്നേകാൽ ശ്രീമതാം വരദാനം ഇച്ഛാഭൂസുരൻ തന്നെ. നാഗത്തീനയച്ചൊരു പുണ്യവൈഭവം കേൾപ്പാൻ ആകാംക്ഷ പാരമുണ്ടു മനസ്സിൽ നമുക്കിപ്പോൾ. ഭൂപതി ഭക്തിയോടും ഇങ്ങനെ ചോദിച്ചപ്പോൾ താപസോത്തമൻ തെളിഞ്ഞരുളി ചെയ്താനേവം. കേൾക്ക നീ വൈശാഖധർമ്മത്താൽ ഉദ്ധരിച്ചേ ഞാൻ ദുഃഖത്തിൽ നിന്നു ധർമ്മശീലനാം ഭൂപാലനെ. തൽക്കാല മുഖ്യഭേദം കേൾക്കേണമെന്നാകിലും ഒക്കവേ സംക്ഷേപിച്ചു ചൊല്ലുവൻ നരപദേ. ജ്ഞാനവും ശൗച തഥാ സന്ധ്യാതർപ്പണം ശ്രാദ്ധം നൂനം വൈശാഖധർമ്മം അഗ്നിഹോത്രവുമിവ ചെയ്യാഞ്ഞാലതോ ഗതി വന്നിരു മധു പോലെ. ഓം ശ്രീകൃഷ്ണായ നമഃ. ചെയ്താൽ നന്മകൾ വരും മന്യധർമ്മങ്ങൾക്കെല്ലാം രാജാവിനല്ലാതെയുള്ള പ്രജകളെന്ന പോലെ. രാജൻ വൈശാഖ്യഹീന കർമ്മങ്ങൾക്കനുദിനം സഫലമില്ലെന്നല്ല ദോഷങ്ങൾ ആക്രമിക്കും. സുഫലമാകും വൈശാഖത്തെ എന്നനുഷ്ഠിച്ചാൽ. ഉദക കുംഭം പ്രഭാദാനവും പ്രതീക്ഷായ സുദൃഢം നിർമ്മിക്കയും പലക ചരിപ്പാതി കുടയും ചുവറ്റിയും തിലവും മധു പിന്നെ അടദോഷാപൂപാതി ഘോരസാവലികളും അൻപുറ്റുദാനം കിണർക്കുളവും ഭാവി വഴി അമ്പലവിവ നിർമ്മിക്കുന്നതും വഴി തന്നിൽ. കരിമ്പും കരിമ്പടം വസ്ത്രാദി നാളികേരം ഹരികർപ്പൂര സുഗന്ധാനുലേപനം വസ്ത്രം ഉപദാനങ്ങൾ ശയ്യാഗഡ്വാദിചൂത ഫലം നൃപതി മണി കേൾക്ക പനസ ഫലം തഥാ. അന്നവും വിഷ്ടജലം സായാന്നഗുണോദീകം നന്നു ചിത്രാനം പൗർണമാസിദ്ധ്യന്നം തഥാ. ചാരുതാംബൂലദാനം എപ്പോഴും യോഗ്യം തന്നെ. വീരകേൾക്കരീരകം മുഖ്യത ചൈത്യദർശേ. വ്രതസ്നാനവുമർക്കനുദിക്കുന്നതിന് മുൻപേ മാധവൻ തന്നെ പൂജിച്ചിടുക വേണം പിന്നെ. മാധവ മാസ മഹാത്മ്യങ്ങൾ കേൾക്കയും പിന്നെ മാധവ ധ്യാനമുള്ളിൽ ഉറപ്പിക്കയും ഭക്ത്യ. പൈപാത്രാശനം തൈലം എന്നിവ വർജിക്കേണം. കാലികൾ കേറ്റം തൃണം കബളം കൊടുക്കേണം. കാൽകളുച്ചീതയിണം അതിഥി പൂജാതിയും കാലെ ചെയ്യണം വിപ്രജാതിക്കെന്നറിയുക നീ. മരീചലവണങ്ങൾ സീതാ സംയുത പീഷ്ടം സരസം ഭുക്തം മതവേദാനം ശുഭം നിത്യം. ദതിസംയുധനേദ്യം തൽക്കാലേ ഹരിപൂജൈ അധികം ഫലമുണ്ടെന്നറിക മഹാത്മാവേ. നാരിമാർ തദ്വേഷാക്ഷേച്യുതമർച്ചയാഞ്ഞാൽ ചാരുസൗഖ്യവും നല്ല പുത്രരും വർദ്ധിച്ചിടാൻ. ധന്യമാം പുത്രസുഖം ഭർത്താവിനായുർബലം എന്നിവ സിദ്ധിച്ചിടും വൈശാഖധർമ്മം ചെയ്താൽ. ലക്ഷ്മീശൻ ധർമാധർമ്മദാനഭേദങ്ങളോരോ വീക്ഷണം ചെയ്യുവാനും നള്ളിയിടും പ്രജാകൃതി. വാരിചാക്ഷനെ തത്ര സേവ ചെയ്തിടാൻ പവർ രൗരവമായിടുന്ന നരകം പ്രാപിച്ചിടും.
അഞ്ചുണ്ടു ജന്മം പുനരവനു ഗർഭമായി ചഞ്ചലമില്ല ഭൂമി വല്ലപാതരിച്ചാലും അന്നദാനവും ജലദാനവും വിശേഷിച്ചു ധന്യരാം വിപ്പന്മാർക്കു ചെയ്യണം അതു ചെയ്തും പ്രാണികൾക്കെല്ലാം പ്രാണരക്ഷണമിവ രണ്ടും ക്ഷോണിനായക നൽകിയിടാകിലെത്രയും കഷ്ടം രണ്ടിൻ്റെ ഫലങ്ങളും പണ്ടു ഞാൻ കണ്ടോരിന്നി ഉണ്ടായോരിണ്ടലിന്നും ഉണ്ടുമെൻ മനക്കാമ്പി മൽപിതാപിശാചമായി കർമാർക്ക രശ്മിയേറ്റു നിഴൽ കൂടാതെ അവന് വിശക്കു പൊറായികയാൽ തന്നെ മാംസം കണ്ടിച്ചശനം ചെയ്തു ദാഹം വന്നു വർദ്ധിച്ചിടുന്നതെതുമേ സഹിയാഞ്ഞും ശതാലി വൃക്ഷമൂലെ വർദ്ധിച്ചിടുന്ന കാലം വിസ്മയമതിൽ പരമിനിയും കേൾക്ക ഭവാൻ പണ്ടു ചെയ്തൊരു ദോഷവൃത്തി കൊണ്ടവരുടെ കണ്ടതി ശാന്തയൊരു സുഷിരമുണ്ടായി വന്നു ഉള്ള പൈതാഹം പൊറാഞ്ഞിങ്ങനെ നോക്കും നേരം വെള്ളമെല്ലാമേ വിഷമെന്നുള്ളിൽ തോന്നും അപ്പോൾ ചിത്തഭ്രാന്ത്യാം ഭൂഹിഞ്ചിൽ സേവിച്ചിടുകിൽ പിന്നെ വക്രത്തിൽ അയാൾ കണ്ട സുഷിരെ തുളിച്ചിടും ദുസ്സഹം ഭുജിക്കുമ്പോൾ തത്സുഷിരാന്റെയൊരു മാംസഖണ്ഡവും ബുക്കു തടഞ്ഞു നിന്നു തഥാ കീഴ്പോട്ടും അതു പിന്നെ മേൽപോട്ടും ഗമിയാഞ്ഞു വായ്പേറും ദുഃഖം പറഞ്ഞിടുവാനാളല്ല ഞാൻ വിടഞ്ഞു വീണു കിടന്നു രണ്ടും വിരണ്ടവൻ കുടഞ്ഞു മെഴുന്നേറ്റും മറിഞ്ഞു വീണും പിന്നെ കരഞ്ഞവൻ ഖേദിച്ച പ്രകാരങ്ങൾ പറഞ്ഞാലൊടുങ്ങാമോ ദുഷ്കൃത വൈഭവങ്ങൾ അങ്ങനെ ചില ദിനം കവിഞ്ഞോരനന്തരം ഗംഗാസ്നാനർത്ഥം പുറപ്പെട്ടതു ഞാനുമെടോ മാർഗത്തിൽ എന്നെ കണ്ടു തരസാ ഭക്ഷിപ്പാനായി ആഗ്രഹത്തോടു പാരമുടി എത്തിയ നേരം എങ്കലുള്ളൊരു മഹാബ്രഹ്മ തേജസ്സു കണ്ടു സങ്കടത്തോടു പാരം ഭയപ്പെട്ടവനൊരു ഘോരമാം പിശാചത്തോടിങ്ങനെ ചൊന്നേനഹൻ വിരുദ കളഞ്ഞത്ര നിൽക്ക നീ പേടിക്കേണ്ട എന്നാലില്ലൊരു ബാധ നിനക്കെന്നറിഞ്ഞാലും നിന്നാലും ചില വാർത്ത കേൾപ്പാനായി ചോദിക്കുന്നേൻ ആരിടോ ഭവാനെന്തു ദുഃഖം ചൊല്ലുന്നതു കേട്ടു ചാരവേ വന്നു പുനരെന്നോടു ചൊന്നാനേവം ആനത്തദേശത്തിങ്കൽ ഭൂവര ഗ്രാമേ പുര ഊനം കൂടാതെയുള്ള സംസ്കൃതി ഗോത്രത്തിങ്കൽ മൈത്രനൻ എനിക്കു വേർഭൂദേവോത്തമനഹം ശ്രോത്രിയനായേൻ ബഹു ശിഷ്യസമ്പത്തുമുണ്ടായി ജ്ഞാനാദാനാദി തപോനിഷ്ഠയാ വസിച്ചേ ഞാൻ ഊനമെന്നിയെ സർവതീർത്ഥവുമാടിനിനെ അന്നദാനം ഞാനൊട്ടും വൈശാഖി ചെയ്യായികയാൽ വന്നകപ്പെട്ടു താപം ഇങ്ങനെ നമുക്കഹോ ശ്രുതദേവനെന്നൊരു സുതനുമുണ്ടല്ലോ മമ മതിമാനവനോടു മധുശേഷങ്ങളെല്ലാം പറഞ്ഞു ബോധിപ്പിച്ചു വൈശാഖ സ്നാനത്തെ ഞാൻ കുറഞ്ഞിടാതെ ഭക്ത്യാ വിഷ്ണു പൂജയും പിന്നെ അതിഥി പൂജ ഫലദാനവും ചെയ്യിപ്പിച്ചാൽ വ്യതകൾ തീർന്നു വിഷ്ണു സായുജ്യം ലഭിച്ചിടും ഇതിനു ഭവാനെന്നെ കുറിച്ചു കൃപ വേണം അതിനു ബഹു പുണ്യം വർദ്ധിക്കുമെന്നേ വേണു അതു കേട്ടുടൻ ഭൂമോപതിച്ചേ നദീകേതാൽ അതിദുഷ്കൃതി എന്നു നിനച്ചേനെന്നെ തന്നെ മതിതാപവുമുള്ളിലടക്കി പിന്നെ ചൊന്നേൻ സുതനായത് തവ ഞാനെന്നു ധരിച്ചാലും സ്മൃതികളെല്ലാം ധരിച്ചിരിക്കും എനിക്കാശു പിതൃസങ്കടം തീർപ്പാനാണല്ലാതതു മൂലം അജ്ഞാനിയായോരു ഞാൻ എന്തിനീ ചെയ്യേണ്ടതിൽ ആജ്ഞ ചെയ്താലും മടി കൂടാതെ ചെയ്തിടുവൻ നന്ദനെന്നു കേട്ടു നന്ദിച്ചു പിശാചനും നന്നായിട്ടനുഗ്രഹിച്ചിങ്ങനെ ചൊല്ലിയിടിനാൻ വൈകാതെ ചെന്നു ഭവാൻ വൈശാഖ സ്നാനം ചെയ്തു കേശവാർച്ചനം പിന്നെ അതിഥി പൂജാദിയും എന്നെയും ചിന്തിച്ചു ചെയ്തിടുക എന്നാരുടൻ തീർന്നിടും എൻ്റെ ദുഃഖം ഒക്കെയും കുമാരാക്കേൾ എന്നുര ചെയ്തോർ പിതാവ് തന്നെയും വണങ്ങി ഞാൻ ചെന്നുമൽ ഗൃഹം ബുക്കു വന്നിതു തൽക്കാലവും വിധിച്ച വണ്ണം തന്നെ വൈശാഖമനുഷ്ഠിച്ച് രചിച്ചു പിശാചദേഹത്തെയും മമ പിത ധരിച്ച ദിവ്യലോകോത്തുടൻ മൽഗൃഹേ വന്നു
വധിച്ചു വിശേഷങ്ങൾ ഓരോന്നേ പിന്നെയും അനുഗ്രഹിച്ചു തേരിലേക്ക് ഗമിച്ചു മറവോളം വിഴിച്ചു നിന്നു കണ്ടേ ധരിച്ചിടുക ഭൂപ അന്നദാനത്തിൻ ഫലം ഇങ്ങനെ കണ്ടേനല്ലോ മന്നവ കേട്ടു കിളിയല്ലു സത്യമത്രേ മാധവ മാസേ ജലദാനവും അന്നദാനം മാധവനേറ്റം പ്രിയം സേവിക്ക ചൊന്നവണ്ണം സർവപാപങ്ങളറ്റു വിഷ്ണു സായുജ്യം വരും ഉർവീശ പുനരിനി എന്തു കേൾക്കേണ്ടു സഖേ സ്കാന്ദമാ പുരാണത്തിൽ വൈശാഖ മഹാത്മ്യത്തെ ഭിന്നത നീങ്ങിടുവാൻ ചൊല്ലിനേനധ്യായം ഞാൻ ഇതി വൈശാഖ മഹാത്മ്യേ സപ്തമോധ്യായഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും എല്ലാ നന്മകളും പ്രാർത്ഥിച്ചുകൊണ്ട് വൈശാഖ മഹാത്മ്യം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കും.